ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഇതാ ഞങ്ങളിവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ രാവിലത്തെ വിശേഷമാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ രാവിലെ എന്തൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കിയതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് ഇന്ന് മഷ്റൂമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. മഷ്റൂം ഒരു ചപ്പാത്തിക്കൊക്കെ പറ്റിയ പോലെ ഒരു മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മഷ്റൂം നല്ല ബട്ടറൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് എന്ന് വെച്ചാൽ ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉള്ളി ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തു പെട്ടെന്ന്. അപ്പോൾ ഈ മഷ്റൂമിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം വറ്റുന്നവരെ നമ്മളിത് ഈ അടുപ്പത്ത് ഇങ്ങനെ വെച്ച് വേവിക്കണം. ബട്ടറിനകത്തിട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ വേറെ ഒരു അടുപ്പിൽ ഒരു ചീനച്ചട്ടി, അതുപോലെ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയിൽ ബട്ടർ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. ഞാൻ പിന്നെ ഇത് വഴറ്റാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. കുറച്ച് ജീരകമൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉള്ളി, അതുപോലെ തക്കാളി ഇടണം. തക്കാളി ഞാൻ ഉള്ളി നല്ലപോലെ വഴണ്ടി വന്നതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഉള്ളി ചോപ്പറിലിട്ടിട്ടാണ് അരിഞ്ഞത്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ ഇത് നല്ലപോലെ ഒന്ന് വഴണ്ടി വരണം. അപ്പോൾ അത് ഞാൻ അതൊന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ അടച്ച് വെച്ചൊക്കെ വേവിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതിനകത്ത് ആവശ്യത്തിന് മസാലപ്പൊടികളൊക്കെ ഇടണം. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വെച്ചിട്ടാണ്. കാരണം ഇങ്ങനെ നല്ലപോലെ വേവാതെ മസാലപ്പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ വഴറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ നന്നായിട്ട് വഴണ്ടി വന്ന് വരുമ്പം ഇതിനകത്ത് സാധാരണ ഞാൻ മസാലപ്പൊടികളൊക്കെയാണ് യൂസ് ചെയ്യുക പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ പെട്ടെന്ന് തക്കാളിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ തക്കാളിയും കൂടെ അതുപോലെ ചോപ്പറിനകത്ത് ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോപ്പറിനകത്ത് തക്കാളിയും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയൊക്കെ മതി. അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു അടുപ്പത്ത് മത്തൻ്റെ ഓല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്തൻ, അതുപോലെ ഉപ്പ്, മുളകൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളി വെന്ത് വന്നപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒരു തക്കാളിയാണ് എടുത്തത്. അത് നല്ലപോലെ ഒന്ന് വഴണ്ടി വരുന്നവരെ ഇനി അതും കൂടെ ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം തക്കാളിയും കൂടെ. എന്നിട്ട് ആവശ്യത്തിന് പൊടികൾ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് പൊടി പറയുമ്പം ഉപ്പ്, അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ മീറ്റ് മസാലയും പിന്നെ ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഗരം മസാലയൊന്നും അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. കായം ഞാൻ ആ ഒരു ഗ്യാസും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കായമൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നല്ല കളർ കിട്ടും. പിന്നെ എന്നിട്ട് ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ആ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴയ്ക്കാൻ പോകുന്നുണ്ട് ഇടയിൽ കൂടെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് നല്ലൊരു മസാലക്കറിയാണ്. ഇത് ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിന്ന് ഞങ്ങൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇതാകുമ്പം തേങ്ങയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് കറിയൊക്കെ ആയി കിട്ടുകയും ചെയ്യും. അധികം പണിയില്ലാതെ കഴിയും. പക്ഷേ മഷ്റൂമിൻ്റെ തോല് പൊളിക്കുക എന്നുള്ളൊരു സമയം മാത്രമാണ് നമുക്ക് വേസ്റ്റായി പോവുക. അപ്പോൾ ഞാനിത് നന്നായി വഴണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഞാൻ ചപ്പാത്തിക്ക് പരത്താൻ പോയി. ചപ്പാത്തിയൊക്കെ പരത്തി ചുട്ടുകൊണ്ടിരിക്കുവാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മത്തൻ്റെ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മത്തൻ നന്നായിട്ട് വെന്ത് വന്നു. ഇനി ഇതൊന്ന് കറിവേപ്പിലേക്ക് ഇട്ട് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചൊന്ന് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെക്കും. അപ്പോൾ എൻ്റെ മത്തൻ്റെ ഓലം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളി അതുപോലെ ചൂടാറി കിട്ടി. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ചെറിയ ജാറിലിട്ടിട്ട് ചെറുതായി ഒന്ന് അടിച്ചെടുത്താൽ മതി. നല്ലപോലെ പേസ്റ്റ് ആകണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഉള്ളിയൊക്കെ ഈ ജാറിനകത്തേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഞാൻ കുറച്ച് ഉള്ളിയെ യൂസ് ചെയ്തുള്ളൂ. ഇല്ലേ ഞാൻ ഒരുപാട് ഉള്ളിയൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കുറച്ചേ ഉപയോഗിച്ചുള്ളൂ. ഇല്ലേ അതാകുമ്പം ഒരു നേരത്തേക്കുള്ളത് മതിയെന്ന് വിചാരിച്ചില്ലേ. ഞാൻ 2 നേരത്തേക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു 2 ഉള്ളി 3 ഉള്ളി അത്രയൊക്കെ ഉപയോഗിച്ചുള്ളൂ. ചെറിയ ഉള്ളികളായിരുന്നു. അപ്പോൾ കുറച്ച് മസാലയേ ഉള്ളൂ. അത് കാരണം പിന്നെ മസാലയൊക്കെ ഞാൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഈ മഷ്റൂമും കൂടെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കണം.
മഷ്റൂം ഞാൻ നേരത്തെ ബട്ടറിനകത്തായിരുന്നു വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് ഇതൊന്ന് തിളച്ച് വരുമ്പം അതും കൂടെ ഒന്ന് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിനി ഇതൊന്ന് ഒന്ന് നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടി വെക്കും. അപ്പോൾ ഇന്ന് തന്നെ ബട്ടറൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പൊന്തി വരാൻ തുടങ്ങും. ആ സമയം വരെ ഞാൻ അതിങ്ങനെ അടുപ്പത്ത് വെക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പോയി. അതിങ്ങനെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ട് അങ്ങനെ നല്ലപോലെ തിളച്ച് അതൊന്ന് ഇതാവണം. അതിന് ആ ഒരു ബട്ടറൊക്കെ മുകളിലേക്ക് പൊന്തി വരണം. അപ്പോൾ ബട്ടറും പൊന്തി വന്നിട്ടുണ്ട് മുകളിലേക്ക്. അത് മെൽട്ടായിട്ട് മുകളിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ അന്നത്തെ കുക്കിംഗ് ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഒരുപാടൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് മാത്രമാണ് ഞാൻ എടുത്തത്. കുക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടിക്കലും തുടയ്ക്കലും ഡ്രസ്സൊക്കെ അലക്കിയിടലും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീഡിയോസ് എഡിറ്റൊക്കെ ചെയ്യണം. കാരണം ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാനും ബുദ്ധിമുട്ടായത് കാരണം ഞാൻ ചെറിയ വീഡിയോസാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോസിന് ഇപ്പം എന്താണെന്ന് അറിയില്ല, വ്യൂസൊക്കെ കാര്യമായിട്ട് കുറഞ്ഞു പോയി. എന്നോടൊരു ചേച്ചി വന്ന് പറഞ്ഞ് അവരുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ സപ്പോർട്ട് ചെയ്തതാണ്. പിന്നെ അതിന് ശേഷം എന്താണോ എൻ്റെ ചാനലിൻ്റെ വ്യൂസൊക്കെ പോയി. എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണേ. പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോസായിട്ട് ഇനി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഞാൻ അതിന് ശേഷമാണ് ഒരു വീഡിയോയിനകത്ത് കണ്ടത് ഇങ്ങനെ ഇതുപോലെ കമൻ്റൊക്കെ ചെയ്തിട്ട് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന പറയുവാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ എനിക്കൊരു പെടൽ പറ്റി. പിന്നെ ഇനി എന്തായാലും വീഡിയോസ് ഇടാതിരിക്കാൻ പറ്റില്ല, എൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് അങ്ങനെ റൂൾസും കാര്യങ്ങളൊന്നും അറിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണമായിരുന്നു ഇങ്ങനെ പെട്ടുപോയത്. ഇനി കുഴപ്പമില്ല, അത് ശരിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയില്ല എന്താവുമെന്ന്, എന്നാലും നോക്കാം നമുക്ക്. അപ്പോൾ എന്നാൽ ശരി, താങ്ക് യു.